ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളമാണ് എന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. KB ശ്രീധരൻ തന്നെ ഇതിനു മുൻപ് ചെന്നൈ, ബംഗളൂരു ഇവരുമായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ നിന്ന് പോലും തന്നെ ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ശ്രീധരൻ നോക്കൂ, അടിമുടി ദുരൂഹതയാണ് ഓരോ കാര്യത്തിലും വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ 2009 മുതലുള്ള കാലങ്ങളൊക്കെ തന്നെയും സംശയിക്കേണ്ട വിധമാണ്. ഉപക്ഷേത്രങ്ങളിലെ കലശങ്ങളൊക്കെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമ്മൾ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിനിടയ്ക്ക് വേറൊരാളുണ്ടല്ലോ, ഒരു കൽപേഷ്. ഇവരൊക്കെ എവിടെയാണ്? എന്തെല്ലാം ബന്ധങ്ങൾ ഇതിന് ചുറ്റുമിനി ഉണ്ടാകുമല്ലേ ശ്രീധരൻ? തീർച്ചയായിട്ടും വൻ മാഫിയ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഓരോരോ അടരുകളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒടുവിൽ എത്തി നിൽക്കുന്ന, നേരത്തെ അനന്തകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ നാഗരാജ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഗണപതി ശ്രീകോവിലിൻ്റെയും കന്നിമൂല ഗണപതിയുടെയും ശ്രീകോവിലുകളിലെ താഴികക്കുടങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ ബലപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ താഴികക്കുടങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ മൂല്യമുള്ള ഒരു വസ്തുവാണ്. ഈ ഇടിമിന്നലൊക്കെ ഏറ്റ് അതിന് പവർ കൂടും എന്നൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു തുക മാർക്കറ്റിൽ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉൾപ്പെടെ ഈ താഴികക്കുടങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ആ താഴികക്കുടങ്ങൾ മാറ്റിയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ബലപ്പെടുന്നത്. 2009 ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ നാഗരാജ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ കന്നിമൂല ഗണപതിയുടെയും ഒക്കെ ഈ ഈ ശ്രീകോവിലിന്റെ മുകൾ ഭാഗം പൊതിയുന്നത്, സ്വർണം കൊണ്ട് പൊതിയുന്നത്. ഏതായാലും അതിലേതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ തുടങ്ങിയതൊക്കെ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാദ്യമായി ഈ വിഷയത്തിൽ ഈ ഗോവർദ്ധനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. ബെല്ലാരിയിൽ അദ്ദേഹത്തിന്റെ റൊദ്ദം ജ്വല്ലറിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നമ്മൾ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതാണ്. അന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തന്റെ പരിവേഷം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കളവുകൾ ഉണ്ടാകുമോ? ഒരു പാവം സ്വാമി എന്നുള്ള ഒരു ഇമേജാണ് ബെല്ലാരി കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായത്. പക്ഷേ SIT അന്വേഷണത്തിലാണ് ഈ കൊള്ളയിൽ ഒരു പങ്ക് ഗോവർദ്ധനും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ. ഈ സ്വർണം യഥാർത്ഥ സ്വർണമാണോ കണ്ടെത്തിയിരിക്കുന്നത് എന്ന തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും സംസാരിച്ചു പോകണം. കാരണം വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോഴും സ്വർണം തങ്ങളുടെ കയ്യിലുണ്ട്, അത് ഗോവർദ്ധനിൽ നിന്നും കണ്ടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതുപോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതാ ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് കണ്ടെടുക്കുകയാണ്. പക്ഷെ അതുപോലും അങ്ങനെ ആയിരിക്കുമോ കാര്യങ്ങൾ? എല്ലാത്തിനും ഇനിയും വ്യക്തതയും കൂടി വരേണ്ടതായിട്ടില്ലേ? തീർച്ചയായിട്ടും വളരെയധികം സംശയം തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ റൊദ്ദം ജ്വല്ലറിയിലെ ഗോവർദ്ധനയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന് പോലീസ് പറയുന്നുണ്ട്, പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കണ്ടെടുത്തു എന്ന് അവർ നേരത്തെ അറിയിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവരിൽ നിന്ന് ഇത്ര ഗ്രാം സ്വർണം, ഏതാണ്ട് 500 ഗ്രാമോളം സ്വർണം റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് ഗോവർദ്ധനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ്. പക്ഷേ അന്ന് നഷ്ടപ്പെട്ട സ്വർണം അതേ അളവിലാണോ ലഭിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഒരു വിശ്വാസമനുസരിച്ച് ഈ ശബരിമലയെ സംബന്ധിച്ച് അവർക്ക് വലിയ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് അയ്യപ്പന് വേണ്ടി ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, അയ്യപ്പന്റെ ഒരു സ്മരണയ്ക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ ശബരിമലയിലുള്ള ഒരു സാധനം തങ്ങൾക്ക് ലഭിച്ചാൽ അത് വളരെയധികം ശ്രേയസ്കരമാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ അത് കളവാണ്, കളവ് മുതലാണ് എന്ന് അവർ അറിഞ്ഞു കാണണം എന്നില്ല. അതിന് ഈ നെക്സസ് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇനി അന്വേഷിച്ചറിയാനുണ്ട്. അനന്തകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. അനന്തൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോൾ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലാണെങ്കിൽ പോലും, കോടതിയിൽ നിന്നാണെങ്കിൽ പോലും ഈ 2009 മുതലുള്ള ശബരിമലയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാന്നിധ്യം അത് ഇത്രയും നാളും പുറത്തു വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത്ഭുതം തോന്നുന്നത്. അത് മാത്രമല്ല, രേഖകളില്ല എന്നുള്ള കാര്യം കോടതിയിൽ ഉൾപ്പെടെ വാദിക്കുകയാണ് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓരോ പ്രതികളും. ഇനി അടുത്ത ഘട്ടം അന്വേഷണം അത് ഏത് തലത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത്? കാരണം പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓരോന്നും ഇങ്ങനെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പൂജ, ഈ 2009 മുതൽ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അവരുടെ അവകാശവാദം അടക്കം
ഇന്നലെയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടി SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു അയ്യപ്പ ഭക്തൻ നേരത്തെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ശബരിമലയിൽ നടത്തിയ മുൻകാല പ്രോജക്റ്റുകൾ അടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പരാതി ADGP എച്ച് വെങ്കടേഷിനും ഒപ്പം തന്നെ ഹൈക്കോടതിക്കും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് കൃത്യമായി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു പശ്ചാത്തലവുമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള അവരെ സംശയനിഴലിൽ നിർത്തുന്ന രീതിയിൽ തന്നെയുള്ള വിവരണങ്ങളും തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പമാണ് ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് നമുക്ക് മുന്നിൽ ഗോവർദ്ധൻ നമുക്കറിയാം ശ്രീധരൻ ആദ്യം തന്നെ നമ്മൾ മാതൃഭൂമി ന്യൂസ് ശ്രീധരനാണ് ആദ്യമായിട്ടൊരു മാധ്യമപ്രവർത്തകൻ ഗോവർദ്ധനെ കാണാൻ പോകുന്നതും ബെല്ലാരിയിലെത്തിയ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതുമൊക്കെ. അപ്പോൾ അന്ന് ഗോവർദ്ധൻ പറഞ്ഞിരുന്നത് പോറ്റിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, പോറ്റിയുടെ സ്പോൺസറായിട്ടാണ് ഞാൻ വന്നതെന്നാണ്. പക്ഷേ അത് പച്ചക്കള്ളമാണെന്നാണ് ഇപ്പോൾ SIT നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപ് തന്നെ പരിചയക്കാരാണ്. അപ്പോൾ അവർ തമ്മിൽ ബിസിനസ് ഡീലുകൾ, സ്വർണ്ണ ബിസിനസിൻ്റെ ഡീലുകൾ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിലെ ഈ സ്വർണ്ണ ഉരുപ്പടികളുടെ 2019 ഇടപാട് നടക്കുന്നതിനും 10-15 വർഷം മുമ്പ് മുതലുള്ള ബന്ധമാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ അത്ര നിഷ്കളങ്കനല്ല. ഗോവർദ്ധൻ ഒരു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചുകൊണ്ടുവന്ന സ്പോൺസർ മാത്രമല്ല, പങ്കജ് ഭണ്ഡാരിയുമായി തീർച്ചയായിട്ടും അങ്ങനെയാണ് അനന്തൻ. അതായത് തുടക്കം മുതൽ തന്നെ ഈ ഓരോ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയ വിവരങ്ങളുണ്ട്. ഗോവർദ്ധനെ സംബന്ധിച്ചായാലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് ഒക്കെ വന്നിട്ട് എന്താണ് തങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വലിയ തോതിൽ വിശദീകരിച്ച് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും ആ നിലയ്ക്കല്ല. ഇവർ തമ്മിലുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധം, ബിസിനസ് ബന്ധം, ഡീലുകൾ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന അത്ര പോലെ നിഷ്കളങ്കരല്ല, ആദ്യം മുതൽ തന്നെ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ പ്രധാനപ്പെട്ട വിവരങ്ങളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അന്വേഷണം അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കൂടി പോവുകയാണ്. ഈ വിവരങ്ങളിലേക്കൊക്കെ തന്നെ SITയും ഇനി മുന്നിലേക്ക് ചെല്ലുന്നതായിരിക്കും. അനന്തകൃഷ്ണനും KB ശ്രീധരനുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.